Assalamu alaikum. Welcome to my channel. ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു മിനി ബണ്ണാണ്. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സ്റ്റൗമ്മ വെച്ചാണ് ചെയ്യുന്നത്. ഓവനൊന്നും ഇല്ലെങ്കിലും നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാൻ കഴിയും. മുട്ടയും പാലും ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യമായിട്ട് ഈ ബണ്ണിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യാനുണ്ട്. ആദ്യം മൈദ കുറുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര കപ്പ് വെള്ളത്തിലോട്ട് ഒരു 4 ടീസ്പൂൺ മൈദ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ചെറിയ തീയിൽ ഇത് കുറുക്കിയെടുക്കണം. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഈസ്റ്റ് പൊങ്ങാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. ഇതിലോട്ട് തന്നെ നമ്മൾ 4 ടീസ്പൂണ് ഈസ്റ്റ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് മാറ്റി വെക്കുക. ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാവ് കുഴച്ച് വെക്കുക. അപ്പോൾ അതിന് വേണ്ടി 4 കപ്പ് മൈദ എടുക്കുക. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 4 ടേബിൾ സ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ട് പൊങ്ങി വന്ന ഈസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനി കുറുക്കിയെടുത്തിട്ടുള്ള മൈദാമാവ് കൂടി ചേർത്ത് ഒന്നുകൂടി ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല ഒട്ടുന്ന പരുവൊക്കെ ആവും, കൈമേലൊക്കെ ഒട്ടിപ്പിടിക്കും. എന്നാലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ രീതിയിലാകുമ്പോഴേ നമ്മളിത് കൗണ്ടർ ടോപ്പിലോട്ട് ഇട്ടിട്ട് നന്നായി 8 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് വലിച്ച് ഇങ്ങനെ ഇതേപോലെ തന്നെ കുഴച്ചെടുക്കണം. മാവ് കുഴച്ചെടുത്ത് ഇനിയിപ്പോൾ ഇത് നമ്മൾ എണ്ണമയം പുരട്ടിയ ഒരു പാത്രത്തിലോട്ട് വെച്ച് തുണി നനച്ചത് ഇതിനെ മീതിട്ട് കൊടുക്കുക. ഇതിന് ഒരു 1.5 മണിക്കൂറോളം മാറ്റി വെക്കണം പൊങ്ങി വരാൻ വേണ്ടി. ഇനി ചെമ്മീൻ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ചെമ്മീൻ അരക്കപ്പ് എടുക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും, 1/2 ടീസ്പൂണ് പെരുംജീരകം ചതച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കുഴച്ച് ഒന്ന് മാറ്റി വെക്കുക. ഇനി ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്കൊരു ചെറിയ 2 സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് വേപ്പിലയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് നമുക്ക് ചെമ്മീൻ മസാല തേച്ച് ചേർത്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. പിന്നെ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ലാസ്റ്റ് നമുക്കിതിലേക്ക് മല്ലിയില ചേർത്താൽ ഇത് റെഡിയായി. അപ്പോൾ ബണ്ണിനുള്ള മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ 4 കപ്പ് പൊടിയിൽ നിന്ന് ഞാൻ 12 ബണ്ണാണ് റെഡിയാക്കിയിരിക്കുന്നത്. ചെറുതാണ്, അതുകൊണ്ടാണ് 12 എണ്ണം. ഇനി വലിയ ബണ്ണാണ് ഉണ്ടാക്കണമെങ്കിൽ അതിൽ നിന്ന് 8 എണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇനി ഓരോ ഉരുള എടുത്ത് ഇതുപോലെ തന്നെ ഉള്ളിൽ മസാല വെച്ചിട്ട് ഉരുട്ടിയെടുത്തൊരു ബോളാകൃതിയിലാക്കി വെക്കുക.
ഇതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് അടച്ചു വെക്കുക. അരമണിക്കൂർ അടച്ചു വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചേക്കണത്. അതിലോട്ട് ഇതുപോലത്തെ റിങ് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഇനി 2 ടേബിൾ സ്പൂൺ പാലിലോട്ട് 1 ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളം കൂടി മിക്സ് ചെയ്ത് ഈ ബണ്ണിൻ്റെ മീതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മീതെ വെളുത്ത എള്ളും കൂടി വിതറി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. ഇത് അടച്ചു വെക്കണം. മൊത്തത്തിലൊരു 45-50 മിനിറ്റോളം വേണ്ടി വരും. ഫസ്റ്റിൽ ഇത് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിലും പിന്നെ സിമ്മിലാക്കിയിട്ടും വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ബണ്ണ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മീതെ ബട്ടർ തേച്ചിട്ട് തുണി നനച്ചിട്ട് ഇട്ട് വെക്കണം മീതെ. ഇത് ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ബേക്കിംഗ് ടൈം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.